സാധാരണ കോർപ്പറേറ്റുകളെയാണ് വലിയ സാമ്പത്തിക ചൂഷണത്തിൻ്റെ മാരക കേന്ദ്രങ്ങളായി കാണുന്നത്. അവരൊന്നുമല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളാണ്. എന്നാൽ ഈ മതസ്ഥാപനങ്ങൾ, ദേവാലയങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളും ഒക്കെ മാഫിയകളുടെ കയ്യിലും മോഷണവും കൊള്ളയുമൊക്കെ അവിടെ ഒരുപാട് നടക്കുന്നുണ്ടെന്നും പൊതുവെ പറയുന്നുവെങ്കിലും മലയാളി ഈ സമീപ സമയത്ത് ഞെട്ടിയത് ശബരിമലയിലെ അയ്യൻ്റെ പൊന്നു മോഷണത്തിലാണ്. ആ പൊന്നു മോഷണത്തിൻ്റെ അളവും തൂക്കവുമൊക്കെ അവിടെ ഇരിക്കട്ടെ, എത്ര നഗ്നമായി കടുത്ത വിശ്വാസത്തോടെ ജനലക്ഷങ്ങൾ എത്തുന്ന സ്ഥലത്തുനിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ അതിൻ്റെ കാവൽക്കാരെന്നവർ, അതായത് അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ കൊള്ള ചെയ്ത കഥയിൽ ഞെട്ടി വിറങ്ങലിച്ച് നിന്ന് അറസ്റ്റുകൾ തുടരുകയാണ്. ആ സംഗതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമൊക്കെയായ രമേശ് ചെന്നിത്തല നടത്തിയ ഒരു വെളിപ്പെടുത്തലും ഇതിൽ അന്താരാഷ്ട്ര പുരാവസ്തു വിപണന സംഘത്തിൻ്റെ കൈയുണ്ടെന്നും ഈ മോഷണവും കച്ചവടവും ഇതിനേക്കാളൊക്കെ എത്രയോ ഭീകരമാണെന്നും അതിൻ്റെ വിവരങ്ങൾ ഒരു വ്യവസായിയിൽ നിന്ന് തനിക്ക് ലഭിച്ചുവെന്നും അത് SITക്ക് കൈമാറുമെന്ന് പറഞ്ഞ് അത് കൈമാറാൻ അദ്ദേഹം കാണിച്ച ഒരു നിലപാടിനെയും താല്പര്യത്തെയും അഭിനന്ദിക്കേണ്ടതുണ്ട്. സാധാരണ രാഷ്ട്രീയ ആരോപണമായി പലരും പലതും ഉന്നയിക്കും. എന്നാൽ അത്തരം രാഷ്ട്രീയ ആരോപണങ്ങളിൽ അവസാനിക്കാത്തവണ്ണം ഒരു പൊതുപ്രവർത്തകൻ്റെ ബാധ്യത ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മമായ ഇടപെടൽ നടത്തുക എന്നതാണ് എന്നുള്ളതുകൊണ്ട് വളരെ നിർഭയമായാണ് രമേശ് ചെന്നിത്തല ആ ദൗത്യം നിർവഹിച്ചത്. അദ്ദേഹം ഈ മൊഴി നൽകിയത് ഇനി ഈ കേസന്വേഷണത്തെ ഏത് നിലയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പലപ്പോഴും പല അഴിമതി ആരോപണങ്ങളും ആദ്യത്തെ ആക്ഷേപത്തിലെ ഞെട്ടലും പിന്നൊരു കിടുക്കവും കിലുക്കവും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ശാന്തമായി അങ്ങനെ അങ്ങ് അവസാനിക്കുന്നതാണ് ഒരു പതിവ്. എന്നാൽ ഈ കാര്യത്തിൽ അങ്ങനെ ആകില്ല എന്ന് വിശ്വസിക്കാം. കാരണം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ തന്നെ ഇത്തരം നിരവധിയായ അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും ആ അഴിമതികളിലൊക്കെ തന്നെ കരാറുകൾ റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് സർക്കാരിന് പിൻവാങ്ങുകയോ ചെയ്യേണ്ടി വന്ന പല സന്ദർഭങ്ങളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഈ പ്രളയവും കോവിഡും മറ്റു പല സാമൂഹ്യ ദുരന്തങ്ങളുമൊക്കെ വന്ന് അത്തരം ചർച്ചകൾ തന്നെ വേറൊരു രീതിയിലേക്ക് വഴിമാറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എന്ന് മാത്രമല്ല, ഈ അധികാരത്തിൻ്റെ താല്പര്യങ്ങളോടൊപ്പം കൂടി നിന്ന സർക്കിളുകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പദവിയുടെ അവസരം അവരുപയോഗിച്ചു എന്നുള്ളതല്ലാതെ അതൊന്നും തന്നെ ഫലപ്രാപ്തിയിൽ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു എന്നതാണ് വാസ്തവം. കാരണം ഈ രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തിലാണ് ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതി കേസ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. അക്കാര്യത്തിൽ അദ്ദേഹം കൃത്യമായ ആരോപണം ഉന്നയിക്കുകയും സർക്കാരിന് ആ കരാർ റദ്ദ് ചെയ്യേണ്ട സ്ഥിതിയിലും എത്തിച്ചേർന്നു. അതുപോലെ തന്നെയാണ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മറ്റൊരു കരാർ. അതും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ അത്തരത്തിൽ അങ്ങ് അവസാനിച്ചു പോകേണ്ട ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി അതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ നടക്കുകയും ആ കരാർ റദ്ദാക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കളക്ടർ പലപ്പോഴും രാഷ്ട്രീയമായി ഈ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് എന്ന് പരക്കെ സംസാരമുണ്ട്. പക്ഷേ ആ ആഴക്കടൽ മത്സ്യബന്ധന വിഷയവുമായി ബന്ധപ്പെട്ട സംഗതി അടക്കമുള്ളവ അന്നത്തെ കരുത്തുറ്റ മന്ത്രിമാരിൽ ഒരാളായ മേഴ്സിക്കുട്ടി അമ്മയുടെ ഈ പരാജയത്തിൽ പോലും കലാശിക്കുന്ന ഒരു സ്ഥിതി വന്നു. സംസ്ഥാനത്താകെ ഒരു LDF തരംഗം ആഞ്ഞടിച്ചപ്പോഴാണ് മേഴ്സിക്കുട്ടി അമ്മ പരാജയപ്പെട്ടത്. അതുപോലെ കോവിഡ് കാലത്തെ സ്പ്രിംഗ്ലർ അഴിമതി കേസ്, ഇപ്പോൾ മണിയാർ ഹൈഡൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കേസ്, ഇപ്പം ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ അന്താരാഷ്ട്ര പുരാവസ്തു വിപണന റാക്കറ്റിലേക്കാണ് എത്തിച്ചേർന്നത് എന്നതടക്കമുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സഹായിച്ചു എന്നതാണ് ഒരു പ്രധാന കാര്യം. ഏതായാലും ഇത്തരം കാര്യങ്ങൾ നിർഭയമായി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ, അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാധ്യതകളില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളെ വളരെ താല്പര്യപൂർവ്വം നിർഭയമായി രംഗത്ത് കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. സാധാരണ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രയോജനങ്ങളില്ലാത്തതാണെങ്കിൽ തനിക്കെന്തിന് എന്ന് ചിന്തിക്കുമ്പോൾ അതിനപ്പുറത്ത് ഒരു വലിയ താല്പര്യം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കാണിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടെന്ന് മാത്രമല്ല, ഒരു ആദിവാസി ഊരിൽ സ്ഥിരമായി അവിടുത്തെ മനുഷ്യർക്ക് ഗാന്ധി ഗ്രാമം എന്ന പേരിൽ ഒരു പദ്ധതിയിലൂടെ സഹായങ്ങളടക്കം നടത്തുന്ന ഇടപെടലുകൾ കൂടി ഇവിടെ സ്മരണീയമാണ്. പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിൽ
ഇത്തരം സംഗതികൾക്ക് അധികം മാതൃകകളില്ല എന്നതാണൊരു സത്യം.